ആ, തിരുമണി നമസ്കാരം. നമ്മള് സാധാരണയായിട്ട് വളരെ ലളിതമായി ചെയ്യാവുന്ന പല ഹോമങ്ങളെ പറ്റിയിട്ട് അങ്ങ് പറയാറ്. അതിൽ ഈ അടുപ്പും ഗണപതി ഹോമം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആർക്കൊക്കെ ചെയ്യാം? ഈ അടുപ്പ് ഗണപതി ഹോമം എന്നുള്ളത് പഴയ കാലത്ത് വീടുകളിലെ വീട്ടമ്മമാരാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ആരാധനകൾക്ക് വേറെയും പല മാർഗങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൽ പോവുക, പല കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവര് പഴയ കാലത്തെ വീട്ടുജോലികൾ വളരെ എല്ലാം മനുഷ്യന്റെ കൈകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു കാലഘട്ടമല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് രാവിലെ ഉറക്കമുണർന്നാൽ രാത്രി ഉറങ്ങുന്നത് വരെ അവർക്കൊക്കെ ഗംഭീരമായിട്ടുള്ള ജോലികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഒരുപാട് സമയം ജപിക്കുക, ഒരുപാട് സമയം പ്രാർത്ഥിക്കുക, ഒരുപാട് സമയം ക്ഷേത്രത്തിൽ പോവുക, അതൊന്നും സ്വാഭാവികമല്ല. അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അടുപ്പ് ഗണപതി. നമ്മുടെ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പ്, ആ അടുപ്പിൽ അഗ്നിയെ ഗണപതിയായിട്ട് സങ്കല്പിച്ചിട്ട് ആ അഗ്നിയിലേക്ക് ഒരു ചെറിയ ഹോമം നടത്തുക. അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. അവിടെ കർമ്മത്തിനല്ല പ്രാധാന്യം. കർമ്മത്തിനാവുമ്പോൾ അവിടെ നിഷ്ഠ, മന്ത്രം, ചിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം. ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റു. പഴയ കാലത്താണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. പണ്ട് കുളിക്കാതെ അടുക്കളയിലേക്ക് പ്രവേശിക്കില്ല. കുളിക്കാതെ ആരും അടുക്കളയിലേക്ക് ഇറങ്ങില്ല. കാരണം അടുക്കള വളരെ പരിഭാവനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുളിക്കാതെ ആരും ചെല്ലില്ല. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ പോയി അടുപ്പ് കത്തിച്ചാൽ, തീ കത്തിക്കഴിഞ്ഞാൽ ഒരു തേങ്ങ എടുത്തിട്ട് അത് 2-3 പീസുകൾ എടുക്കുക. 3 പീസൊക്കെ ധാരാളം. അതിൽ ചെറിയൊരു പീസ് ശർക്കര വെക്കുക. അതിലൊരു തുള്ളി നെയ്യ് ഒഴിക്കുക. അത് 2 കയ്യിലുമായി പിടിക്കുക. ഇനി ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ അതിന് മേലെ വെക്കാം. ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ചെമ്പരത്തിപ്പൂ വെക്കാം. ചില ആൾക്കാർ ഒരു കറുക വെക്കാറുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. 2 കയ്യിലുമായിട്ട് പിടിച്ചിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനെ ഗണപതി ഭഗവാനായിട്ട് സങ്കല്പിച്ച്, അദ്ദേഹത്തിന്റെ വായയായിട്ട് സങ്കല്പിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് സമർപ്പിക്കാം. മന്ത്രം, ഇതിൽ മന്ത്രം വേണമെന്ന് നിർബന്ധമില്ല. ഇനി മന്ത്രം വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മഹാഗണപതയെ നമഃ എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് സമർപ്പിച്ചാൽ മതി. നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്നൊന്ന് ഏത്തോടുക, നമസ്കരിക്കുക. ഇത്രേ അതിൽ ചെയ്യാനുള്ളൂ. ലളിതമായ സാധാരണക്കാർക്കുള്ള 1-2 സംശയങ്ങള്. പണ്ട് അങ്ങിപ്പോ കുളിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പോ കുളിച്ചിട്ട് വേണം ചെയ്യാൻ. അത് ഇതിനകത്ത് എന്തായാലും ആവശ്യമുള്ള കാര്യമാണ്. അതേപോലെ മത്സ്യമാംസാദികള് പാകം ചെയ്യുന്ന അടുക്കളകളിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഈ അടുക്കളയിലെ അടുപ്പ് എന്നുള്ളത് 99% വീടുകളിലും ഇല്ല. 99% വീടുകളിലും അടുക്കളയിൽ അടുപ്പില്ല. ഗ്യാസിന്റെ മുകളിൽ നമുക്കിത് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചെറിയൊരു അടുപ്പ് ഇതിനു വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കണം. അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മണ്ണ് കൊണ്ടുള്ള ചട്ടി, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു പോട്ടോ എന്തെങ്കിലും സംഘടിപ്പിച്ച് അത് അടുക്കളയിൽ വെച്ച് അതിലൊരു ചെറിയ വിറക് അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ ഈ ചാണക വരട്ടി പോലെ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ വെച്ച് 2 കർപ്പൂരം വെച്ച് കത്തിച്ച് തീ കത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ നാളികേരം എടുത്ത് അതിൽ ശർക്കര ഇട്ടിട്ട് ഗണപതി ഭഗവാനെ വിചാരിച്ചിട്ട് അതിലേക്ക് ഹോമിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ പ്രശ്നം വരില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാർഗമാണ് പറയുന്നത്. അടുപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മത്സ്യമാംസാദികള് ഉള്ള അടുക്കളയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ നേരത്തെ ആരും ഇതൊന്നും പാചകം ചെയ്യില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമല്ലേ ബാക്കി ചെയ്യണത്. അതുകൊണ്ട് ഒരു ദോഷമൊന്നും വരാനില്ല. വളരെ ലളിതമായി നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. അപ്പൊ നമുക്കത് ചെയ്യാവുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രായം അതുപോലെ ഒന്നും പ്രശ്നമില്ല. എല്ലാ ആൾക്കാർക്കും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വേറൊരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനാവോ? നിർത്താം. ഇത് തുടങ്ങിയാതെ കണ്ടിന്യൂ ചെയ്ത് തുടർച്ചയായിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിർത്താം. പിന്നെ നമ്മളിപ്പോൾ ഇത് തുടങ്ങി 4 ദിവസം ചെയ്തു, നമുക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു, മുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്താൽ. കാരണം ഗണപതി ഭഗവാനെ സംബന്ധിച്ചിട്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളത് ഇടയിൽ മുടങ്ങിപ്പോയതുകൊണ്ട്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഈ സ്ത്രീകളെ കൊണ്ട് ചെയ്യിച്ചിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വിവാഹഭാഗ്യം ഉണ്ടാവുക, നല്ല രീതിയിലുള്ള വിവാഹബന്ധം നിലനിൽക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അവര്
അവരുടെ വീടുകളിൽ ഇതൊക്കെ ചെയ്ത് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെ ചെയ്യാൻ സാഹചര്യം നിർബന്ധം, ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ചെയ്യലുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരാനില്ല. ലളിതമായിട്ടുള്ള ഒരു മാർഗം. അപ്പൊ അങ്ങ് പറയുന്നത് നമ്മൾക്ക് സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ശാരീരിക ശുദ്ധിയുള്ള അതെ, ആ പീരീഡ് സമയത്ത് ഒരു 7 ദിവസം ഇത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മാക്സിമം കുളിച്ചിട്ട് ചെയ്യാം. അത് നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുളിച്ചിട്ടല്ലേ ചെയ്യാം, കുളിച്ചിട്ട് ചെയ്യാം. മത്സ്യമാംസാദികള് ഉണ്ടാക്കുന്ന അടുപ്പല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഇതില് അല്ല, അടുപ്പിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇത് തീയിൽ ഹോമിച്ചു കഴിഞ്ഞാൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. സാധാരണ അടുപ്പായിട്ട് മാറിയത്. പിന്നെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അടുപ്പ് വളരെ കുറവാണ്. അടുപ്പ് വളരെ കുറവായതുകൊണ്ട് അതിനുവേണ്ടി ചെറിയൊരു ചട്ടി എന്തെങ്കിലും എടുത്ത് ചെയ്യായിരിക്കും നല്ലതുണ്ടാവുക. അപ്പൊ മഹാഗണപതി നമ എന്ന് ജപിച്ചുകൊണ്ട് ഹോമിക്കാം, അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഹോമിക്കാം. വളരെ സന്തോഷം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഫ്ലാറ്റിലും മറ്റും ജീവിക്കുന്ന സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാനെ വിചാരിക്കാനുള്ള ഒരു ലളിതമായ മാർഗം.